ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നെന്താ പരിപാടി എന്നറിയോ? സ്റ്റാള് കെട്ടിക്കുടുങ്ങിയിരിക്കണല്ലോ. ആരതൊക്കെ ഇങ്ങനെ വെച്ച്. അപ്പോൾ ഇന്നെന്താണെന്നറിയോ? ഇന്നെൻ്റെ പെരുന്നാൾ ദിവസത്തെ പരിപാടികളാണ് കാണിക്കുന്നത്. ഇന്ന് കുറേ സ്ഥലത്ത് പോവാനുണ്ട്. ആദ്യം തന്നെ ഞാനിൻ്റെ കൈച്ചേനും വളയമാലൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. പാദസരം കിട്ടി, അത് ഇടണം. അത് ഇട്ടിട്ട് കഴിച്ചേനെ വളക്കെ ഇടണം. നോക്ക് ഇവിടെ ഇരിക്കാനൊന്ന് സുഖയ്യ. ഇതെങ്ങനെയുണ്ട്? ഇട്ടിട്ട് ശരിയാവണില്ലല്ലോ. അമ്മച്ചിനോട് പറഞ്ഞോക്കാം. അല്ലേ കാര്യം ഒന്നും ഉണ്ടല്ലോ, ഇന്നായിടണ്ടല്ലേ. ഇത് കണ്ട മൈലാഞ്ചി കിട്ടിക്കണേ. എൻ്റെ അമ്മച്ചിട്ടമ്മേട്ടാ കൈമലെന്താ നല്ല രസില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് കാലമത്ത് രസിൻ്റെ. മറ്റേ കൈമത്ത് നോക്കണ്ടോ, അതാകെ കേടുവന്നേ. ഞാൻ കുപ്പായത്തിലൊക്കെ തേച്ച്. നിന്റെ പാശാരം പാശാരം ഇടാൻ പറ്റണില്ല. തൽക്കാലത്തിനെ കയ്യിൽ പ്രശ്നം നോക്കട്ടെ, എങ്ങനെയെങ്കിലും ഇടാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ എന്താ അറിയോ? ഇന്ന് ബിരിയാണിയാണേ. ഇമ്മച്ചി ഇമ്മമ്മൊക്കെ കൂടെ ബിരിയാണിക്ക് തിരക്കിലവിടെ. അതൊക്കെ തിന്നി പായസവും ഐസ്ക്രീമും ഒക്കെ തിന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകും കാണാനെ. അവിടെ ഞാനൊരു അടിപൊളി പൊളിക്കും. ഇതൊന്നും ആലോചിക്കാൻ വയ്യ. ഈ നാലിൻ്റെ സംശയം അതല്ല. കഴിഞ്ഞ പെരുന്നാൾക്ക് നോമ്പുണ്ടേനെ. ഈ പെരുന്നാൾക്ക് എന്താ നോമ്പില്ലാത്തത്? ഈ പെരുന്നാൾക്ക് പറക്കുണ്ടായിട്ടില്ലല്ലോ എൻ്റെ വീട്ടില്. അതെന്താ സംഭവം? എന്തായാലും ഇവിടെ കിടന്നിട്ടൊന്ന് ആലോചിക്കാം. പിന്നെ പറ്റി പറക്കത്തിന് പകരം എനിക്കൊരു തോക്ക് കൊടുന്നില്ലേ. എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോയേക്കാം. ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ എൻ്റെ ഒരു ഡോഗുണ്ട്. ഓൻ ഞങ്ങളുടെ തന്നെ കേട്ടോ. ഞങ്ങളോട് വന്നിട്ട് ചോറൊക്കെ തിന്നും. ഇവൻ പൊതിയില്ല കേട്ടോ. ഇവൻക്ക് ഒരു മുട്ടായി ഇട്ട് കൊടുത്ത്. ഇപ്പച്ചി പള്ളിക്ക് പോയി എന്നപ്പോൾ മുട്ടായിയാണ് കിട്ടിയത്. അപ്പോൾ ഇപ്പച്ച മുട്ടായി ഓനക്ക് കൊടുത്ത്. ഓനക്ക് ഇവിടെ ബിരിയാണിയെ കൊണ്ട് കൊടുക്കാൻ ഓനക്ക് തായിട്ടപ്പോൾ ഓൻ പോവാനേട്ടാണ്. അപ്പം ഞാൻ ടാറ്റൊക്കെ കൊടുത്ത്. അപ്പോത്തിന് ഓൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാനത് കേട്ടിട്ട് പേടിച്ച് മന്തി. ഓരെല്ലാവരും കൂടെ മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മുട്ടായില്ലല്ലോ. ഇന്ത്യക്ക് ഞാകൊന്നുള്ളൂ, അത് എനിക്ക് വേണം. ഇപ്പച്ചി ഇതൊന്ന് പൊളിച്ചിരുമോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പൊളിച്ചെന്നോളാം. ചിലപ്പോൾ ഒപ്പച്ചിരുത്ത് തിന്നു. ഇനി മറ്റോനെ പോയോക്കണല്ലോ. ആ ഡോമിനൊന്ന് പോയോക്കട്ടെ. ഓ അങ്ങോട്ട് പോയിന്. ഇനി ഓനത്തൊക്കെ ചോറുന്നുണ്ടോ? അല്ലെങ്കിൽ ഓൻ എവിടെ എവിടെയെങ്കിലും കിടക്കണുണ്ടാവും. കാണാനില്ലല്ലോ. ഇനി ഓൻ പോയാ ഓൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ വന്ന് കുരച്ചീന്ന് ഇവിടെ. അപ്പം പോയതായിരിക്കാം. എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോയേക്കാം. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെയും കിടക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ റംബൂട്ടാൻ മരം. ഇതിമല്ല ഫുള്ള് ഞാനാ തിന്നേറെ. എന്തായാലും എൻ്റെ ഒക്കെ ഒരു ലക്ക്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഇഷ്ട. ഞാൻ പോയോക്കട്ടെ. പെരുന്നാളായിട്ട് ഓരോന്നും കണ്ടിട്ടില്ല. കുരക്കന്ന് പുതിയ ഡ്രസ്സ് ഇട്ട് നടക്കുന്നുണ്ടാവും. പോയോക്കട്ടെ. ഇത് നമ്മൾ കായലിക്ക് പോയെന്ന വയ്യാണ് കേട്ടോ. ഈ മതിൽ വന്നിട്ട് ഞാൻ എപ്പോഴും ഫോട്ടോ എടുക്കും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാനൊരു ഫോട്ടോയും കൂടെ എടുക്കട്ടെ. ഇപ്പച്ചേ ഒരു ഫോട്ടോ എടുത്തിട്ടാ. ഇനി നമ്മളെ മതിൽ വന്ന് ഒന്നെടുത്തിട്ടാ. അതിമല്ലോ ഒരു ഫോട്ടോ വേണം. ആദ്യം എടുക്കുമ്പോൾ രസമില്ലേ? ഇതൊന്നും ഈ രസമില്ലേ? അങ്ങനെ ഒരു ഫോട്ടോ എടുക്കിട്ടാ. ഞാൻ പോയോക്കട്ടെ. ഓളവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ, ഈശ്വ താത്താൻ്റെ അടുത്ത് പോയോക്കട്ടെ. ഒരു ഗേറ്റൊക്കെ അടച്ചിക്കണല്ലോ. ഓരോന്നില്ല തോന്നി. അപ്പോൾ അവിടുന്ന് സൗണ്ട് കേട്ടത്. അവരൊക്കെ വിരുന്ന് പോയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല ഇപ്പോൾ പെരയിലിരിക്കണത്. എന്നാ പിന്നെ വരികനെ തിരിച്ചു പോവാം. ഇവിടെ ചോറായിട്ടുണ്ടാവും. പോയോക്കട്ടെ. ചോറൊന്നും ആവാത്തോണ്ട് ഞാൻ പോയിട്ട് കുടിച്ച്. ഉമ്മച്ചി കുറച്ച് പാല് തന്നപ്പോൾ ഞാൻ വേഗം കുടിച്ചിട്ട് തുടങ്ങി. അപ്പോൾ തന്നെ ചോറൊക്കെ ആയി. ഞാൻ നീച്ച് പോയി ചോറ് തിന്നട്ടെ.
എൻ്റെ ഉമ്മച്ചി ഇതാ വെച്ച ബിരിയാണിയാണ് കേട്ടോ. കോഴിക്കാല് എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇമ്മ എടുത്ത് വെച്ചതട്ടോ കോഴിക്കാല്. നല്ല ടേസ്റ്റ് ഉണ്ട് നെയ്ച്ചോറൊക്കെ. ഞാൻ കുറേ തിന്ന്. ഇതേ കടിച്ച് തിന്നണേക്കാൾ ഒരു രസം ഇങ്ങനെ പിച്ച് തിന്നാനാണ്. എനിക്കിങ്ങനെ തന്നെയാണ് ഇത്ര ഇഷ്ടം. ഞാനിതൊന്ന് തിന്ന് തീർക്കട്ടെ കേട്ടോ, എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ബിരിയാണിയൊക്കെ തിന്നൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീമും കൂടി വെച്ച് തന്നെ. ഇപ്പച്ചത് രാവിലത്തെ കൊടുന്ന് വെച്ചിക്കണേ, എന്നെ കാണാതെ ഒളിപ്പിച്ച് വെച്ചതാണ്. പിന്നല്ല മനസ്സിലായത് ചോറ് എന്നിട്ടാണ് തരുള്ളൂന്ന്. പിന്നെ ഞാൻ വേഗം പൊളിച്ച് തിന്നെ. ഈ ഐസ്ക്രീമൊക്കെ തിന്നിട്ട് കുറച്ച് പാലും കൂടി കുടിക്കണം, എന്നാലേ വയറ് ഫുള്ളാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം പാർക്കിൽ പോകാൻ. ഇപ്പൊത്തിരി പെരുന്നാൾ പൈസ ഒക്കെ തന്നിട്ടാണ് തൊണ്ടിൽ കൊണ്ടിരുത്തെ. ഹായ് വെച്ച് വെച്ചൊന്നുണ്ട് പായസൊക്കെ. അല്ലെങ്കിൽ കോണേന് ഇപ്പൊ ചെയ്യാം. ബാപ്പാ ഇനി പൈസ ഉണ്ടെങ്കിൽ കാട്ടേ. ഇപ്പച്ചിനകന്ന് പൈസ കിട്ടില്ലട്ടാ. ആ അപ്പച്ചി എന്തൊക്കെയോ തരയുണ്ട്, വലിയ തന്നെ കിട്ടും. ഇതെന്താ ചില്ലറക്കായോ? ഇപ്പച്ചിന്നെ പറ്റിച്ച് ഇതൊക്കെ ചില്ലറയാണല്ലോ. ആ ഇതല്ലേ കുഴപ്പമില്ല, കൊറേ ഉണ്ടല്ലോ ചില്ലറ, നമുക്ക് ലാഭം. ഇതോരോന്നായിട്ട് നമുക്ക് ഇടാം. ഇത് പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പച്ചി ഇത് പേടിച്ച് കൊണ്ടുപോകും. നമുക്ക് മുണ്ടാതിരിക്കണം നല്ലത്. തൊണ്ടില് പൈസ അറിഞ്ഞിക്കണേ, ഇതിന്റെ പുതിയ തൊണ്ടാ. ഇതിമെന്തോ കളറുണ്ടല്ലോ. ഇതിപ്പോ ചിക്കനെ കൊടുക്കാം, എന്നിട്ട് വേറെ മേടിക്കാം. വേറെ കിട്ടി, ഇതേലിട. ഇത് നല്ല രസമുണ്ട് പൈസ കാണാന്. ഇതിൽ പൈസ കേറണില്ലല്ലോ. എന്തായാലും ഒന്ന് തിരിച്ചു നോക്കാം. എന്നിട്ട് കേറാത്തൊന്നും കൂടെ നോക്കാം. ഇനി കേറും. അപ്പൊ കേറി. ഇപ്പച്ചിനോട് ഒന്നുകൂടെ ചോദിച്ചോക്കാം. ഇല്ലേ? എന്നാ പോവാ. ഞാൻ വളി എങ്ങടെ പോണെന്നറിയോ? നീള പാർക്കിക്ക്. ഇപ്പച്ചി വണ്ടിയൊക്കെ എടുത്ത് റെഡി അടിക്കുന്നിട്ടാ. നമുക്ക് വേഗം പോവാ നീളേക്ക്. ഇത് കണ്ട നമ്മള് നീള എത്തിയപ്പോത്തിന് മഴ പെയ്ത്. വെയിലുണ്ട് മഴയുണ്ട്. ഇതെന്താപ്പാ? ഇപ്പച്ചി എന്തിനാ ഇവിടെ പൈസ കൊടുത്തുകൊണ്ട് ആ പേപ്പർ മേടിക്കണേ? നമ്മുടെ വരിയിലില്ലേ കുറേ പേപ്പറുകൾ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ഇവിടെ ഇറങ്ങി കളിച്ചിട്ട് ഞാൻ അപ്പോഴൊരു കുട്ടിനെ കണ്ട്. ഓനെ നല്ല ഇഷ്ടമായി. ഞാൻ കുറേ വിളിച്ചോക്കി. എന്നെ കാണുമ്പോത്തിന് പേടിച്ചോടെ. എടാ നിക്കടാ അവിടെ, ഞാനും ഉണ്ട് എൻ്റെ ഒപ്പം കളിക്കാനേ. ഇമ്മച്ചോനെന്ത് പേരാപ്പൂ? അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ആരും കളിക്കാൻ ഉണ്ടാവില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ ആരുമില്ല കളിക്കാൻ. പുറത്തിറങ്ങിയാലും എൻ്റെ ഒപ്പം ആരും ഉണ്ടാവില്ല. ഇന്നാലും ഞാൻ വിടില്ല, അവൻ്റെ പിന്നാലെ ഞാൻ പോവും. ഒരു മരത്തുമ്മ കയറുണ്ട്. ഇപ്പച്ചിയെ വേഗം വാ, മോനെന്ന് പിടിച്ചിട്ട് ബാക്കി കായം. ഇന്നോനെ വിടരുത്. അപ്പോത്തിന് ഓനെ ഓടെ പോയി. ഇവിടെ നിക്കാണല്ലേ. ഓനാൻ്റെ അപ്പച്ചിൻ്റെ കൂടെ. എന്നാ പിന്നെ ഓനെ വെറുതെ വിടാം. അല്ലാണ്ട് പേടിച്ചിട്ടൊന്നല്ല. ഇവിടെ ഇപ്പം എന്തല്ലേ ഈ ആൾക്കാരെ കാണാനാണ് അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കണ്ടത്. ഇവിടെ ഒന്നും കളിക്കാനില്ലേ. ഓൻ വരുന്നുണ്ട്. ഓൻ അങ്ങോട്ടിന്നെ പോയാ. എന്നെ കാണുമ്പോത്തിന് ഓന് ഓടില്ല.
എന്താ ചെയ്യാ? എന്തത് ചോറിണ്ടല്ലോ ഇവിടെ. ഐസ്ക്രീം ഇപ്പൊ അങ്ങോട്ടൊക്കെ ഐസ്ക്രീം വെച്ചല്ലോ കേട്ടോ. കണ്ടിട്ട് ചെല്ലല്ലേ. അത് ഇന്നല്ലേ എന്റെ ഇന്നത്താത്തല്ലോ അത്. ഇന്നെന്തിനെ കണ്ടിട്ട് മുണ്ടാത്തി ഇന്നാവൂലല്ലേ? ഇമ്മച്ചെന്ന് മുണ്ടാത്തൂലേ? ഇന്നല്ലേ എന്ന് സാരയ്യ, അമ്മക്ക് പോവാം. എന്നാലും സാരല്ല, ഇന്നോട് പറഞ്ഞു നോക്കാം. ഇതെന്ത് ഈ ടൈൽസ് വേറെ? പൊട്ടിയതേന്നോ? എന്നാ പോവാ. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. വേഗടിക്കിട്ടാണെനിക്ക് കളിക്കാണ്ട്. ഇതിമ സ്പീഡൊന്നുമില്ല. എപ്പോഴും സ്പീഡ് ഉറച്ചു കണ്ട് എന്നെ ആറ്റി തരുള്ളൂ. ഞാൻ ഒറ്റക്കാണ്. ഇതിമ കളിക്കാൻ ഒരു രക്ഷയില്ല. ഇമ്മച്ചി ഒന്ന് ഇന്നെ ഇറക്കി തന്നാൽ ഇത് വേറെ ഇതിമേലും കയറണം. എല്ലാവരും കീഴണൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇതിമിരുന്ന കുറച്ചേരും ഞാലാടി. ഞാൻ പിന്നെ താഴത്ത് കയറിയിട്ട് ആടെ ഓടിക്കളിക്കാനേ. ഞാനല്ലേ ഓർത്തു നടന്ന് ചുറ്റിക്കണ്ട് കുറേ കളിക്കണുണ്ട്. ഏതിൽ കയറണമെന്ന് സംശയം എനിക്ക്. കുറെ ഓടി കളിച്ചിട്ടാവും. പിന്നുണ്ട് അവിടെ ഒരു പാമ്പ് ഇങ്ങനെ വട്ടം കറങ്ങണേ. അതിൽ കയറാനും നിനക്ക് പറ്റിയില്ലട്ടോ. എനിക്ക് പേടിയായി. ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. ഇമ്മച്ചിൻ്റെ കൂടെ കയറി കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇമ്മച്ചിക്ക് പ്രായമായില്ലേ, അതുകൊണ്ട് ഇമ്മനെയൊന്നും കയറ്റൂല വണ്ടിയില്ലേ. ബാക്കിലുണ്ട് രണ്ട് ക്യൂട്ടായിട്ടുള്ള അമ്മമാര്. അതിൻ്റെ അമ്മമ്മക്ക് വയ്യേന്ന്. ഇത്ര പ്രാവശ്യം അമ്മമ്മക്ക് കുറേ ഛർദിച്ച്. അപ്പോഴാണ് ഞാനൊരു സംഭവം കാണുന്നത്. ഇത് കണ്ടില്ലേ? അത് ഞാൻ കുറേ ദിവസം മുമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ലേ നിങ്ങൾക്ക്? അന്ന് ഞാൻ കയറിന്ന്. പിന്നെ കയറിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ കയറിയാലും എനിക്ക് ചാടാനും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെപ്പച്ചിൻ്റെ പൈസ കളയാണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കയറിയില്ല. ഞാൻ ഇവിടെയൊക്കെ കുറച്ച് നടന്ന് ഏതിലൊക്കെ കയറി വെച്ചിട്ടു. അപ്പൊക്ക് ഊഞ്ഞാലി കിട്ടി. ഊഞ്ഞാലിലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ആടില്ല. എനിക്ക് അതിന് ആടിയാലേ ഞാനൊക്കെ താഴ്ത്തു പോകും. എന്നെ എമ്മച്ച് കുറേ ഊഞ്ഞാലാടി. എനിക്കിവിടെ മണലേക്ക് കളിക്കണം എനിക്ക് കൂടുതൽ ഇഷ്ടം. തൽക്കാലം എമ്മച്ച് ആടട്ടെ. എമ്മച്ചിനെ ഞാൻ നോക്കിക്കൊണ്ടേ. ഇമ്മച്ചിനകത്തൊക്കെ പോത്തിനൊരു കുട്ടി വന്നുകൂടെ ഊഞ്ഞാലാടാന്. എനിക്കിഷ്ടമായില്ലട്ടോ. എനിക്ക് പൊസസീവ് അടിക്ക്. ഇമ്മച്ചിയെ വേഗണ്ട് നീച്ച് പോരട്ടാ. നിങ്ങളും ഓൻ്റെ ഒപ്പം ഒന്നും ഊഞ്ഞാലാടണ്ട. എനിക്കിഷ്ടമല്ലട്ടാ. വേഗം തറങ്ങിക്കോ. ആ പേടി ഉണ്ടായിക്കോട്ടെ. ഇപ്പച്ച് വേഗം കാട്ടിക്കാണേ. കാകതായി കയറാൻ കിട്ടിയിട്ടുള്ളൂ. വേറെ ഒന്നും കയറാൻ പറ്റില്ല. എല്ലാരും ഒല്ല എത്തിയിലും. എന്താ ഇപ്പത്തെ കഥ? അല്ല പച്ചേ വണ്ടി നിർത്ത്. എത്താപ്പ് ഇവിടെ എല്ലായിടത്തും ഇല്ലല്ല. എന്താ ഒക്കെ പറിച്ച് കളയട്ടെ. ആകെ പുല്ലാണ് ഇവിടെ. ഇവര് എന്താണ് ഒരു പാർക്ക് ഉണ്ടാക്കിക്ക് നിറച്ച് പുല്ലാണ്. ഒക്കെ പറിച്ച് കളയട്ടെ. അല്ല സെക്യൂരിറ്റി പുല്ലൊക്കെ പറിച്ചപ്പേ സെക്യൂരിറ്റി പറക്കണ്ടാ പറഞ്ഞ പൊപ്പച്ചി എടുത്ത് വണ്ടിന്നെ. അപ്പൊ അമ്മച്ചി പൂവൊക്കെ തന്നെ നല്ല രസമുണ്ട്. വിശന്ന പൊത്തിനെപ്പോ ഒരു പേരക്കൊക്കെ തിന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കണേ. ഇവിടെ വലിയൊരു ഗ്രൗണ്ട് ഇട്ട് അവിടെ നടന്നു കളിക്കാൻ നല്ല രസത്താ. അവിടെ അപ്പൊ പിന്നെ കുഴപ്പമില്ല, നമ്മൾ വീഴുന്നില്ല. നല്ല രസത്തിൽ കളിക്കാം. ഈ പേരക്കൊക്കെ കഴിഞ്ഞ് അമ്മച്ചി ഒന്നും കൂടെ തരുമോ? ഒന്നും കൂടി തരുമോ പ്ലീസ്? കൈയൊക്കെ തീറ്റിക്കണില്ലേ? പേരെന്താ? അമ്മച്ചി ഇരിക്കാതിരുന്നോ? താങ്ക്സ്. എന്ത് കിട്ടാത്തേ? കിട്ടി.
ആകാശം തെരിഞ്ഞ മഞ്ഞ പൂങ്കിരയായി ചുവന്നോ തവയ്ക്ക് പശുവിന്റെ പൊളിച്ചതിന് തിന്നി തറുത്ത രാത്രി നിറമെല്ലാം മൂസകി തന്നു ഞാൻ അവിടെ എന്തോ കാക്ക കാട്ടുണ്ടല്ലോ. ഒരു കാക്കയോട് വിളിച്ച് കളിക്കണ്ട്, പോയോക്കാം നമുക്ക്. കാക്ക മുണ്ടാതിരിക്കണ്ട് കേട്ടോ. ഇത് മാറിയിരുന്ന് തിന്ന, അല്ലെങ്കിൽ അവൻ ചോദിക്കോ. കാക്കള മുണ്ടല്ലേ വരടെ. അപ്പൊ ഷാറ്റ് കളി കളിക്കല്ലേ. ഇനിയും കൂട്ടുവന്നാവോ? ഇവിടെ ഒരു കാക്കയാണ് കേട്ടോ. എങ്ങനത് ആ കാക്കാനപ്പൂത്തിന് കണ്ടു കയറിയിട്ടുണ്ട്. ഞാനും പോയൊക്കെ തെങ്ങൻ ചിലപ്പം കളിക്കാൻ കൂട്ടുവര്. ഇങ്ങനെ വീകുന്നുണ്ടെങ്കിൽ വേണ്ട, എന്നാ ഞാൻ കളിക്കണില്ല. ഞാൻ ഇവിടെ നിന്ന് പേരയ്ക്കും തിന്നിട്ട് ഇത് കണ്ടോളാം. ഞാൻ ഒറ്റക്ക് വിളിച്ചോണം. ഞാനും പോയി മരത്തമ്മല ഉണ്ടാട്ടെ. ഉമ്മച്ചിപ്പച്ച് വിളിക്കണ്ട. അയ്യാ അതാണ് ഞാൻ വീണ്. ഇതുകൊണ്ടാണ് ഞാനൊന്നും കളിക്കാത്തത്. ഇനി ആരും കളിക്കൂട്ടാത്ത. അപ്പം അമ്മക്ക് എന്ത് ഫുഡ് കഴിക്കാൻ പോവാട്ടാ. ഞമ്മളെ ഉടുക്കാൻ വന്നിട്ടില്ലറിയോ? അവിൽ മിൽക്ക് തിന്നാനാണ്. ഏതാ വേണ്ടിന്നൊക്കെ ഇങ്ങനെ ഇപ്പച്ച് ഇങ്ങനെ ചോദിച്ചേ. എന്തായാലും അവിൽ മിൽക്കിൻ്റെ കടയിലല്ലേ വന്നത്. അവിടെ അവിൽ മിൽക്കല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെന്തിനതിൽ നോക്കേണ്ട ആവശ്യിച്ചിട്ട് ഞാനിതൊക്കെ പൂട്ടേണ്ടി വെച്ച്. എന്നാലേ ഞാനും കുറച്ചൊക്കെ നോക്കി. കുറേ രസമുള്ള ചിത്രമുണ്ട്. അതൊന്നും എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ നോക്കുക. ഒന്നുമില്ലെങ്കിലും ഞാൻ വെറുതെ ഓരോന്നിടത്ത് ഇങ്ങനെ തിന്നോക്കി. ഇപ്പച്ചിക്ക് ഇതെന്താ? വാപ്പാ അപ്പൊ കിളി പോയതല്ല, വേറെന്തോ ആണ്. ഇപ്പച്ചി ടെൻഷൻ ആവണ്ട. ഇന്റെ നോക്കാനുള്ള ചെലവൊക്കെ വരാൻ കെടുക്കണല്ലേ ഉള്ളു. ഇപ്പൊ തന്നെ ടെൻഷൻ വേണ്ടട്ടാ. ഇന്റെ അവൽ മിൽക്ക് അവിടെ വന്നല്ലോ. ഇതിലെന്താ ഒന്നും കിട്ടണില്ലോ. ഇമ്മച്ചിപ്പച്ചിക്ക് ഇളക്കുണ്ടല്ലോ. ഓരെന്താ ഇളക്കിയിട്ട് കാണെങ്കിൽ ഇളക്കിയിട്ടൊന്നും കിട്ടണില്ല. അവിടൊക്കെ പോയോ? ഒന്ന് അടുത്തേക്ക് വെച്ചിട്ടൊന്നും കൂടെ നിർത്തി നോക്കാം. അല്ലെങ്കിൽ ഇമ്മച്ചി തന്നെ തിന്ന, അതാ മകം കിട്ടുള്ളൂ. ഞാൻ കോരിട്ടാണെങ്കിൽ കിട്ടണില്ല. ഇമ്മച്ചി ഇങ്ങനെ വാരി തന്നോണ്ട് കുറച്ചെങ്കിലൊക്കെ തിന്നാൻ പറ്റണത്. അപ്പം ഇങ്ങോട്ട് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ഇടുട്ടോ. ഇതെന്താ ഷവർമ്മ ഉണ്ടാക്കണേ. അപ്പം ഇതിൻ്റെയൊക്കെ തിന്നു കഴിഞ്ഞ് നമുക്ക് നാളെ കാണട്ടാ.